Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം ഞായറാഴ്ചയും ഒരു ലോങ് വീഡിയോ ചെയ്യാറുണ്ട്. നമ്മൾ ചാർട്ടുകളൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ള നിഫ്റ്റി, സ്മോൾ ക്യാപ്പ്, അതുപോലെ ഏതെങ്കിലും സെക്ടറിലൊക്കെ ബുള്ളിഷായി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ സ്റ്റോക്കുകളിലെ ചാർട്ടുകളും അനലൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴയ ചാനലിലായിരുന്നു ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ചാനൽ ചെറിയ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അത് റിമൂവ് ആയതു. അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ പുതിയതായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ഡോജി ക്യാൻഡിൽ പോലത്തെ ഒരു ക്യാൻഡിലാണ്. ഡോജി ക്യാൻഡിലല്ല, പക്ഷേ ഒരു ചെറിയൊരു ക്യാൻഡിലാണ് ഫോം ചെയ്ത് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് കിട്ടിയത്. നമുക്കിതിലേക്ക് ഒരു ട്രെൻഡ് റിവേഴ്സിൽ വരണം എന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്യണം. കാരണം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പോൾ അതിനുശേഷം ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടും സസ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ മേലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിലൊക്കെ ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് അതൊക്കെ പ്രതീക്ഷിക്കാം. കാരണം 24,500, 24,450 ആ റേഞ്ച് വളരെ നല്ലൊരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ GSTയിലൊക്കെ ഒരു കുറവ് വരുന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഒക്ടോബർ മുതൽ. അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരിക്കും ഇമ്പാക്റ്റ് എന്നുള്ളത് നമുക്ക് നാളെ മാർക്കറ്റിൽ കാണാം. ഈ FMCG സെക്ടർ, അതുപോലെ ഓട്ടോ സെക്ടർ, അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾ, അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്കൊരു മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യത ഈ ഒരു GSTയുടെ കുറവ് കാരണം കൊണ്ട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളൊന്നും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോവാം. സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രോങ് അല്ല എന്ന് പറയാം. കാരണം കഴിഞ്ഞ 2-3 ദിവസം പതുക്കെ കയറാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു എൻഗൾഫിങ് ക്യാൻഡിലാണ്. നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ മൊത്തമായിട്ട് വിഴുങ്ങിയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്, ഒരു എൻഗൾഫിംഗ് ആണ്. അപ്പോൾ അതൊരു ബെയർ ഷെഡ്സിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ഒരു റേഞ്ച് 17,700 മുകളിലൊക്കെ സ്മോൾ ക്യാപ്പ് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു റിവേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു 17,950 ഒക്കെ മേലെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് നല്ലൊരു സെക്ടർ ഇപ്പോൾ കയറി വരുന്നൊരു സെക്ടറാണ് ആട്ടോ സെക്ടർ. ആട്ടോ സെക്ടറിന്റെ സ്റ്റോക്കിലോട്ട് സെക്ടറിന്റെ അനലൈസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് നാളത്തെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് എടുത്ത് നിൽക്കുന്ന ഒരു സെക്ടറാണ് ഓട്ടോ സെക്ടർ. ഒരുപാട് നാൾ അണ്ടർ പെർഫോം ചെയ്തിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. ഏകദേശം 2024 ഒക്ടോബറിലാണ് ഈ റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം വീണ്ടും കയറാൻ ശ്രമിച്ചെങ്കിൽ ഒരുപാട് തവണ ആ റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം മിക്കവാറും ഈ ഒരു ന്യൂസും അതുപോലെ ഈ ഒരു റേഞ്ചിന്റെ ബ്രേക്ക് ഔട്ടൊക്കെ നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ ഓട്ടോ സ്റ്റോക്കുകളാണെങ്കിലും ഇതേപോലത്തെ ഒരു പാറ്റേൺ ആണ് പൊതുവെ എല്ലാ സ്റ്റോക്കിലും ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് 1-2 സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ 1-2 സ്റ്റോക്കുകൾ ഞാൻ പറയാം. ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഞാൻ ചാർട്ട് പോട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഒരു സ്റ്റോക്ക് ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിന്റെ റിസൾട്ടൊക്കെ വന്നിരുന്നു, നല്ല റിസൾട്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പാറ്റേൺ ആണ്. ഈ റേഞ്ചിന്റെ റെസിസ്റ്റൻസ് ഏരിയയാണ്, താഴത്തോട്ട് വന്നു, പിന്നെ മേലോട്ട് പോയി റേഞ്ചിട്ട് വന്നില്ലെങ്കിലും അവിടെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തതിനു ശേഷം വീണ്ടും താഴത്തോട്ട് വന്നു, വീണ്ടും മേലോട്ട് കയറാൻ ശ്രമിച്ചു, വീണ്ടും ഇതേ റേഞ്ചിന്റെ സപ്പോർട്ട് എടുത്തിട്ട് മേലെ കയറി വീണ്ടും അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. പക്ഷെ വീണ്ടും താഴത്തോട്ട് വന്നു, പക്ഷെ ഇതിന്റെ താഴെ നമുക്ക് ക്ലോസിങ് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് മിക്കവാറും ഒരു ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് ആണെങ്കിൽ ഈ ഒരു 5% ഞാനിത് വരഞ്ഞു വെക്കുന്നില്ല, കാരണം നമുക്കത് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ കണ്ടു ഒരു 5% സ്റ്റോപ്പ് ലോസും ഒരു 7.5 ടാർഗറ്റ് ഒക്കെ വെക്കാം. 7.5% ഒക്കെ ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് നോക്കാം. കാരണം അതൊരു റെക്കമെൻഡേഷൻ അല്ല, ഞാൻ ചാർട്ട് അനലൈസ് ചെയ്തിട്ട് പറയുന്ന ഇതാണ്. അപ്പോൾ നിങ്ങളുടേതായിട്ട് രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം എൻട്രികൾ എടുക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് നല്ല ഫിനാൻഷ്യൽ അഡ്വൈസ് അടുത്തൊക്കെ ചോദിച്ചിട്ട് മാത്രം എൻട്രികൾ നോക്കുക. ഞാൻ ചാർട്ടുകൾ അനലൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റോക്ക് JJ കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ദിവസം ഒരു 4% ഒരു മൂവ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ലൊരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്ന് അതൊരു റീടെസ്റ്റ് പോലെ തോന്നുന്നുണ്ട്. ഈ റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റേഞ്ച് വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത സ്റ്റോക്കാണ്. നമുക്ക് ഈ 2 ലൈനും കൂടിയിട്ട് നമുക്കൊരു വരയാം അല്ലേ. ഈ റേഞ്ച് നമുക്കൊരു ലൈൻ വിട്ടു, ഞാൻ ജസ്റ്റ് ഒരു കളർ കൊടുക്കാം.
വെക്കാണ്ട്. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയുണ്ട്. ഈ റേഞ്ച് നല്ലൊരു ബ്രേക്ക് ഔട്ട് നടത്തി. അതിനുശേഷം ഈ ഒരു സ്റ്റോക്ക് പതുക്കെ താഴത്തോട്ട് വന്നു താഴത്തോട്ട് വന്നിട്ട് വീണ്ടും സ്റ്റോക്ക് മേലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. കാരണം ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി കണ്ടോ, നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു. വീണ്ടും സ്റ്റോക്ക് താഴത്തോട്ട് വന്നു, ചെറിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് കണ്ടോ, ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും അതേ റേഞ്ചിൽ നിന്ന് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് മേലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു എൻട്രി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു 515 നല്ലൊരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്കൊരു ഈ ഒരു 5% ഒക്കെ ഒരു സ്റ്റോപ്പ് ലോസ് നോക്കിയിട്ട് 5% വെച്ചാൽ മതി. കാരണം വലിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് അത്ര നല്ലതല്ല. ഒരു 5% സ്റ്റോപ്പ് ലോസ്, ഒരു 7.5% ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാം. അതുപോലെ ഇതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, ഞാൻ ചാർട്ട് അനലൈസ് ചെയ്തിട്ടുള്ള അതിൻ്റെ പോസിബിലിറ്റീസ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് രണ്ടാമത്തെ ഒരു സ്റ്റോക്കാണ്. മൂന്നാമത്തെ ഒരു സ്റ്റോക്ക് MNM ആണ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ഒരു മൊമെൻറ്റം വരുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓട്ടോ സെക്ടറിൻ്റെ ആ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് ഇതേ ഒരു ചാർട്ട് പാറ്റേൺ ആണ് കാണാൻ പറ്റിയത്. ഇപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ, ഇതേ ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഈ ഓട്ടോ സെക്ടറിലുള്ള ഓട്ടോ സെക്ടറും കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് നമുക്ക് കണ്ടില്ല. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 5% സ്റ്റോപ്പ് ലോസ് ഇതുണ്ട്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു 3300 എബോ നമുക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എൻട്രി ആയിരിക്കും. കാരണം ഇപ്പോൾ 5% എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ലോൻ്റെ താഴെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിലേക്ക് ഒരു 10% ഒക്കെ ടാർഗറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. കാരണം കുറച്ച് നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം നോക്കുക. കാരണം ഞാൻ ചാർട്ടിൽ അനലൈസ് ചെയ്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ട് മാത്രം എൻട്രികൾ എടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു 3 സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. നമുക്കതുപോലെ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒരു ഫ്രീ ടെലിഗ്രാം ചാനലും കൂടിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.